ദുബായ് റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും സേഫ് എന്ന് പറഞ്ഞു സേഫ് ആയിരിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിനാണ്. മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 1 കോടി ജനങ്ങൾ, ഇന്ത്യയിലെ പോപ്പുലേഷൻ 1 കോടി ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്, മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കേരളത്തിന് നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. 24 ട്രംപ് പറഞ്ഞ പോലെ 4 വീക്സ് വരെ അവർ റെഡിയാണ്, വാറിന് റെഡിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ഈ 4 വീക്സ് ഈ വാർ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിന് എത്രത്തോളം എഫക്ട് ചെയ്യും. നാളെ ദുബായ് റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും സേഫ് എന്ന് പറഞ്ഞു സേഫ് ആയിരിക്കും. അവിടെയുള്ള സിവിലിയൻസിനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ കൂടി ഒരു റിസ്ക് ഫാക്ടർ അവിടെ കാണുന്നുണ്ട്. കാരണം കേരളത്തിന്റെ മെയിൻ നമ്മളെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തിക ബാക്ക് ബോൺ ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ NRI മണി തന്നെ ഉണ്ട്. വലിയൊരു ഫാക്ടറാണ്. നമ്മുടെ ക്ലയൻസിന്റെ കേസ് എടുത്താൽ ഒരു 75% പുറത്ത് നമുക്ക് NRI ക്ലയൻസ് ഉണ്ട്. അതൊക്കെ റിസ്ക് അവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത് നിൽക്കട്ടെ, വേഗം നിൽക്കട്ടെ, നമ്മൾ പ്രാർത്ഥിക്കാം. ഒരു ബ്രോഡർ സൈഡിൽ ഞാനൊരു ഗ്ലോബൽ മാർക്കറ്റ്സ് എല്ലാം തന്നെ നോക്കിയപ്പോൾ തന്നെ ഒരു 1% അല്ലെങ്കിൽ ഒരു 3/4% ഒക്കെ മാർക്കറ്റ് ഫോളോ ചെയ്തിട്ടേ ഉള്ളൂ. പലരും പ്രതീക്ഷിച്ച് പിന്നെ ക്രൂഡ് $100 മേലേക്ക് എത്തും. സിൽവർ ആണെങ്കിൽ കൂടി ഗോൾഡ് 5%, സിൽവർ 7%. ഭയങ്കര കയറ്റൊന്നും കണ്ടിട്ടില്ല, വന്നിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് എല്ലാ രാജ്യങ്ങളും ഒരു ഗ്ലോബൽ എക്കണോമി ആഗ്രഹിക്കുന്നുണ്ട് ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഈ വാർ നിൽക്കണം എന്നുള്ളത്. കാരണം ഇതിൽ ആരും ജയിക്കുന്നില്ല സത്യത്തിൽ. ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ എല്ലാവർക്കും ഇപ്പം ഓയിലിന്റെ പ്രൈസ് കൂടി കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ വരും. ഇത് എല്ലാ രാജ്യത്തിലും വരുമല്ലോ, ലോജിസ്റ്റിക്സ് എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പം എക്കണോമിക്കലി എല്ലാ രാജ്യത്തിനെയും ഇത് എഫക്ട് ചെയ്യാൻ തുടങ്ങുന്ന ഘട്ടത്തിൽ എല്ലാവരും തന്നെ കൂടിയിരുന്ന് പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണാമെന്നുള്ള ഒരു രീതിയിലേക്ക് ഒരു ചർച്ച പോകും.